ഞാൻ കഴിഞ്ഞ 40 വർഷമായി CPIയുടെ പാർട്ടി മെമ്പറും ഭാർഗവ ബഹുജന സംഘടനയുടെ ഭാരവാഹികളുമായി പാർട്ടിയുടെ നേതൃത്വത്തിൽ 10 വർഷക്കാലം നിയമസഭാ സാമാജികനായി ഒരു 2 വർഷക്കാലം ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗമായും പ്രവർത്തിച്ച ആളാണ്. ഞാനങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുത്തതല്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഭരണത്തിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ ജനവിഭാഗം ദളിത് ജനവിഭാഗം, ആ ദളിത് വിഭാഗങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്നും അർഹമായി കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല. അതിനെതിരെ വർത്തമാനം പറയാൻ, വാങ്ങിച്ചു കൊടുക്കാൻ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ സമൂഹവും ഇടപെടുന്നില്ല. അതിൽ വളരെ നിരാശനായിരുന്നു കുറച്ച് നാളുകളായി. ഞാൻ സമാന ചിന്താഗതിയുള്ള ആശയമുള്ള കുറേ ആൾക്കാരോട് ഇതുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരിച്ചു വന്ന അവസരത്തിലാണ് ഇനി നമുക്ക് ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടി സമീപിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തയുണ്ടായത്. അതിനെ എന്നെ പ്രചോദിപ്പിച്ചത് അഖിലേന്ത്യാ തലത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ദളിത് ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ടിങ് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി. ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് മെമ്പർമാരുള്ള ആ വിഭാഗത്തുനിന്ന് MLA മാരുള്ളത്, ജനപ്രതിനിധികളുള്ളത് ഒക്കെ ഈ ഭാരതീയ ജനതാ പാർട്ടികളാണ്. വെളിയിൽ വലിയൊരു രീതിയിലുള്ള ഒരു ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് ഈ ജനവിഭാഗങ്ങൾക്കെതിരാണ് ഈ രാഷ്ട്രീയ പാർട്ടി എന്ന തരത്തിലേക്ക് വരുന്ന ഒരു അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ 2 ഉജ്ജ്വലമായ തീരുമാനമെടുത്ത പാർട്ടിയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി. പട്ടികജാതി വിഭാഗത്തു നിന്നും പട്ടികവർഗ വിഭാഗത്തു നിന്നും 2 രാഷ്ട്രപതിമാരെ തലവന്മാരെ സൃഷ്ടിച്ച ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. തീർച്ചയായും അതിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് താഴത്തേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രധാന ജനവിഭാഗങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് ഒരുപാട് നീതിയും അവകാശങ്ങളും അവർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹാരം കിട്ടും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. മറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ 2 ടൈം വൈക്കത്തെ ജനപ്രതിയായി പ്രതിനിധിച്ചാണ്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. 2 പാർട്ടികളും വൈക്കത്തെ ജനവിഭാഗങ്ങളോട് കാണിക്കേണ്ട നീതി പുലർത്തിയിട്ടില്ലെന്നതാണ് എൻ്റെ പ്രവർത്തന പരിചയത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത്. എത്രയോ വർഷമായി വൈക്കം സത്യാഗ്രഹം 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പോലും 100 വർഷമായിട്ടും അന്ന് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തവർ വന്നാൽ വൈക്കത്തിന് ഇത്ര മാറിയിട്ടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഭരണപ്രതിപക്ഷ പാർട്ടികൾ വൈക്കത്തെ വികസനത്തെ മുരടിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വൈക്കം സത്യാഗ്രഹം 100-ാം വാർഷികം ആഘോഷിക്കുമ്പം മത്സരിച്ചാണ് രാഷ്ട്രീയ പാർട്ടികളും ഭരണവും എതിർപക്ഷികളൊക്കെ അവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. പക്ഷേ ആ 100-ാം വർഷം ആഘോഷിക്കുന്നതിൽ വൈക്കത്തിൻ്റെ വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനോ ആ വൈക്കത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാനോ ഒന്നുമില്ല. അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ലഭിക്കുമെന്നറിഞ്ഞു. തീർച്ചയായും വൈക്കം മാറണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും സഹായങ്ങൾ വേണം. ഞാൻ വലിയ പ്രതീക്ഷയിലാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കടന്നു വന്നിരിച്ചപ്പം എൻ്റെ നാടിനെയും എൻ്റെ പൊതുസമൂഹത്തിനെയും രക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും എന്ന വിശ്വാസത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായും ആ മുദ്രാവാക്യം തന്നെ ഒരു വലിയതാണ്. മാറണം, ഇനി എല്ലായിടത്തും കേരളവും മാറും എന്ന മുദ്രാവാക്യം ഞാൻ പ്രതീക്ഷിക്കുന്ന വൈക്കത്തും ആ മാറ്റമുണ്ടാകും. വൈക്കത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു വികസനമുണ്ടാകും. വൈക്കത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും. ഇപ്പോഴും അവിടെ അവികസിതമായ പല മേഖലകളുമുണ്ട്. ഞാനും അവിടെ പ്രധാനം ചെയ്തതാണ്. പക്ഷേ അവിടെ ഒരു ഭരണപക്ഷ MLA എന്ന നിലയിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു വികസന പ്രക്രിയ മാത്രമാണുള്ളത്. എത്രയോ നാളുകളായി അതിനകത്ത് വികസനം നടന്നിട്ടുണ്ട്. അതും ഭരണപക്ഷം വന്നാലും പ്രതിപക്ഷം വന്നാലും ഏത് സ്ഥലത്തിരുന്നാലും അതാണ്. അതെല്ലാം മാറിയിട്ട് ഒരു പുതുയുഗ മാറ്റത്തിലേക്ക് നമുക്ക് വൈക്കത്തെ എത്തി എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ നിന്നത്. മറ്റൊരു വിഷയം, വൈക്കം എന്ന് പറയുന്നത് 1919 രൂപീകൃതമായ ഒരു മുനിസിപ്പാലിറ്റി, ആദ്യത്തെ 5 മുനിസിപ്പാലിറ്റികളൊന്നാണ് വൈക്കം മുനിസിപ്പാലിറ്റി. ഇന്നും ആ മുനിസിപ്പാലിറ്റിയുടെ വികസനത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതേപോലുള്ള ദേശീയതയിൽ ഉറച്ചു നിൽക്കുന്ന, ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ മുഖഛായ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ആരാധനായ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം, അതിൻ്റെ സഹായം വൈക്കത്ത് ലഭ്യമാകണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റ് വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പം വലിയ സന്തോഷമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും എൻ്റെ ജനവിഭാഗത്തെയും എൻ്റെ സമൂഹത്തെയും സഹായിക്കാൻ എനിക്ക് കഴിയും എന്ന വിശ്വാസത്തോടെ നന്ദി പറയുന്നു.